പ്രിയരെ, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സംബന്ധമായ നടപടിക്രമങ്ങളെ പരിചയപ്പെടുത്തുവാൻ പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന ത്രിതലം ലളിതം എന്ന ഉദ്യോഗസ്ഥ പരിശീലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഫോം 21A വോട്ട് രജിസ്റ്റർ എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് ത്രിതലം ലളിതത്തിന്റെ 8ാം അധ്യായം ചർച്ച ചെയ്യുന്നു. ഫോം 21A രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ് വോട്ട് രജിസ്റ്റർ ഒരു പുസ്തക രൂപത്തിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്നത്. ഇതിന്റെ ആദ്യ പുറത്തിൽ ഏത് പഞ്ചായത്ത് വാർഡ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി വാർഡിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നത് സംബന്ധിച്ചും തുടർന്ന് പോളിംഗ് സ്റ്റേഷൻ നമ്പറും പേരും ഭാഗത്തിന്റെ നമ്പറും രേഖപ്പെടുത്തി പോളിംഗ് ഉദ്യോഗസ്ഥർ സൂക്ഷിക്കണം. ഫോം 21A രജിസ്റ്റർ വോട്ട് രജിസ്റ്ററിന്റെ അകം പേജിൽ 4 കോളങ്ങളാണുള്ളത്. ആദ്യത്തേത് ക്രമനമ്പർ, രണ്ടാമത്തേത് സമ്മതിദായകന്റെ വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ, മൂന്നാമത്തേത് സമ്മതിദായകന്റെ ഒപ്പോ വിരലടയാളമോ, നാലാമത്തേത് റിമാർക്സ്. ഇതിൽ 1ാം കോളത്തിൽ ക്രമ നമ്പർ അച്ചടിച്ച് വന്നിട്ടുണ്ട്. അത് കൃത്യമാണോ എന്ന് ഈ വോട്ടർ രജിസ്റ്റർ കിട്ടുമ്പോൾ തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥർ പരിശോധിക്കേണ്ടതുണ്ട്. 2ാം കോളത്തിൽ വോട്ടർ പട്ടികയിലെ ക്രമ നമ്പർ രേഖപ്പെടുത്തി 3ാം കോളത്തിൽ ഒപ്പോ വിരലടയാളമോ വാങ്ങിച്ച് ഇത് പൂരിപ്പിക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലെ സീരിയൽ നമ്പർ തിരുത്തുവാൻ പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് അധികാരമില്ല. അതുപോലെ തന്നെ ഒരു റോ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വരി ഒഴിവാക്കിക്കൊണ്ട് എൻട്രി രേഖപ്പെടുത്തുന്നതിനും പോളിംഗ് ഉദ്യോഗസ്ഥർ തയ്യാറാകരുത്. പോളിംഗ് ബൂത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഫോം 21A വോട്ട് രജിസ്റ്റർ എങ്ങനെ പൂരിപ്പിക്കണമെന്ന് നോക്കാം. ആദ്യമായി തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ സെക്ഷൻ 35B പ്രകാരം ഒരു വോട്ടർ തെരഞ്ഞെടുപ്പിന്റെ സ്വകാര്യതയോ തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങളോ പാലിക്കാതെ വന്നാൽ അദ്ദേഹത്തെ പോളിംഗ് ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് പ്രിസൈഡിംഗ് ഓഫീസർക്ക് മാറ്റി നിർത്താവുന്നതാണ്. അങ്ങനെ വരുന്ന പക്ഷം ഈ വോട്ടർ രജിസ്റ്ററിലെ 4ാം കോളത്തിലെ റിമാർക്സ് പ്രൊസീജിയർ വയലേറ്റഡ് എന്ന് രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെക്കേണ്ടതാണ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ സെക്ഷൻ 35C പറയുന്നത് അന്ധരോ അവശരോ ആയ വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തേണ്ട രീതിയെക്കുറിച്ചാണ്. തീർത്തും അവശരായ, ഒപ്പുവെക്കുവാനോ വിരലടയാളം രേഖപ്പെടുത്തുവാനോ കഴിയാത്ത ഒരാൾക്ക് വോട്ട് ചെയ്യാൻ ഒരു സഹായിയെ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ വരുന്ന പക്ഷം സഹായിയുടെ ഒപ്പ് രേഖപ്പെടുത്തിയതിനു ശേഷം 3ാം കോളത്തിൽ സഹായിയുടെ ഒപ്പ് രേഖപ്പെടുത്തിയതിനു ശേഷം 4ാം കോളത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ കമ്പാനിയൻ സൈൻ എന്ന് രേഖപ്പെടുത്തി ഒപ്പുവെക്കേണ്ടതാണ്. സെക്ഷൻ 35D പ്രകാരം ഒരു വോട്ടർക്ക് 21A രജിസ്റ്ററിൽ എല്ലാ എൻട്രികളും വരുത്തിയതിനു ശേഷവും വോട്ട് രേഖപ്പെടുത്താതെ റിഫ്യൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അങ്ങനെ ചെയ്യുന്ന പക്ഷം 4ാമത്തെ കോളത്തിൽ റിമാർക്സ് കോളത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ റിഫ്യൂസ് ടു വോട്ട് എന്ന് രേഖപ്പെടുത്തി വോട്ടർ ഒപ്പിട്ട് തരുവാൻ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പോ അതല്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പോ രേഖപ്പെടുത്തേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ സെക്ഷൻ 35E പറയുന്നത് ടെൻഡേർഡ് വോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെ കുറിച്ചാണ്. ടെൻഡേർഡ് വോട്ടുകൾ ബാലറ്റ് പേപ്പറിലാണ് രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് കൊണ്ടും മെഷീനിൽ അല്ല രേഖപ്പെടുത്തുന്നത് എന്നുള്ളത് കൊണ്ടും ഈ വോട്ടർ രജിസ്റ്റർ 21A രേഖപ്പെടുത്തേണ്ടതില്ല. പകരമായി ലിസ്റ്റ് ഓഫ് ടെൻഡേർഡ് വോട്ട്സ് എന്ന ഫോം 21Bയിലുള്ള ലിസ്റ്റിലാണ് വിവരങ്ങൾ രേഖപ്പെടുത്തി വോട്ടർ ഒപ്പുവെക്കേണ്ടത്. വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഫോം 21A രജിസ്റ്ററിന്റെ അവസാന പുറത്തിൽ എൻട്രി വരുത്തിയ അവസാന പുറത്തിൽ ഒരു അബ്സ്ട്രാക്ട് തയ്യാറാക്കി പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഒപ്പും പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പും വാങ്ങിക്കേണ്ടതുണ്ട്.
അവസാന സീരിയൽ നമ്പർ ഏതാണെന്ന് രേഖപ്പെടുത്തി 2ാം പോളിംഗ് ഓഫീസറും പ്രിസൈഡിംഗ് ഓഫീസറും ഒപ്പുവെച്ചതിന് ശേഷം താഴെ അപ്പോൾ സന്നിഹിതരായ പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പുകൂടി രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതുണ്ട്. തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട വോട്ട് രജിസ്റ്റർ ഫോം 21A രജിസ്റ്റർ പരിപാലിക്കേണ്ടത് എങ്ങനെയെന്നാണ് ത്രിതലം ലളിതത്തിന്റെ 8ാം അധ്യായത്തിൽ സൂചിപ്പിച്ചത്. വ്യക്തമായിരിക്കുമെന്ന് കരുതുന്നു. ഏവർക്കും പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിന്റെ നന്ദി.